ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള, ഒരു വലിയ തക്കാളി, ഇതേപോലത്തെ ഒരു പീസ് ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ സാധാ മുളക് പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് കുക്കർ എടുത്ത് വയ്ക്കാം അടുപ്പത്തേക്ക്. നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ജാറിൽ തന്നെ ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ തീരെ എണ്ണയൊന്നും ചേർക്കാതെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കണേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് നാളികേരക്കൊത്ത്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നാളികേരക്കൊത്ത് ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് നാളികേരക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയിലും ബീഫിലും മട്ടനിലൊക്കെ. ഞാൻ എപ്പോഴും അത് ചേർക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരാണിത്. നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയാണിത്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ഈവൻ ബ്രെഡ് വരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. ഒട്ടും എണ്ണ ചേർക്കാതെ തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലുള്ള ഫാറ്റാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്ന് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണം നമ്മൾ. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്പൂൺ കൊണ്ടിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ പച്ചമുളകും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.